ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുക, സെൽഫ് ചെക്ക് ചെയ്യുക, കിക്കർ അടിക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. അത്രയും കേസാണ് പറഞ്ഞാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് അതിനകത്തുള്ളത് കേട്ടോ. ബ്രേക്കിൻ്റെ കേസ് നോക്കുമ്പോൾ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നിലവിൽ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ബ്രേക്കിൻ്റെ ഈ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഔട്ടർ ശരിക്കും ടൈറ്റായിട്ട് ഇവിടെ പൊട്ടിയേക്കണം ഈ കാണുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഒരു ബ്രേക്ക് കേബിളും ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കുക. അപ്പോൾ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിടണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന രണ്ട് കേബിളുകളാണ് വേണ്ടത്. അപ്പോൾ അത് രണ്ട് നമുക്ക് മാറ്റിയിടണം. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്തിടാം. ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ റീസൺ. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, വോൾട്ടൊക്കെ തീരെ കുറവാണ്, ലോഡ് കൊടുക്കുമ്പോൾ ഫുള്ള് കിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. കിക്കർ സ്റ്റക്കായി നിൽക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് നമ്മളൊന്ന് അഴിച്ചു നോക്കിയത്. ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം. കാരണം അതല്ലെങ്കിൽ ബെൽറ്റ് ഈ ഒരു അവസ്ഥയിലാണ് മൊത്തം പൊട്ടിയിരിക്കുക. ബെൽറ്റ് എന്തായാലും മാറണം, അതല്ലെങ്കിൽ വഴിപ്പെട്ടു പോകും. അതാണ് അവസ്ഥ. പിന്നെ ക്ലച്ചിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഇടന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇത്രയും കേസുകളും മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.